2026 LDFിന് തുടർ ഭരണം ഉറപ്പ് എന്നുള്ള രീതിയിലാണ് പിണറായി വിജയനും സംഘവും മുന്നോട്ട് നീങ്ങുന്നത്. വീണ്ടും ക്യാപ്റ്റനായി പടനായകനായി അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന പ്രധാന പ്രതിപക്ഷം അമിത പ്രതീക്ഷകളും ഒക്കെയായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്രാവശ്യമെങ്കിലും അതിനകത്ത് അരി വേവുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത്. പക്ഷേ പിണറായി വിജയൻ താഴെത്തട്ടിൽ വലിയ പ്രവർത്തനം നടത്തുകയാണ്. അതായത് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ താഴെത്തട്ടിലുള്ള വലിയ സ്റ്റഡി ക്ലാസും മറ്റും കൊടുക്കുകയാണ്. അതായത് എന്തുകൊണ്ടാണ് മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കുട്ടി സഖാക്കന്മാർക്ക് വേണ്ട തരത്തിലുള്ള ബോധവൽക്കരണം കൊടുക്കും. കുട്ടി സഖാക്കന്മാർ ഇത് വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്യും. അപ്പോൾ തുടർഭരണം ഉറപ്പ് എന്നുള്ള രീതിയിലാണ് പിണറായി മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ നമുക്ക് കേരളത്തിലെ മൂന്നാം മുന്നണിയായ NDA കുറിച്ചും കൂടി സംസാരിക്കണം. NDA ഏതാണ്ടൊരു 5 മുതൽ 10 സീറ്റ് വരെ പിടിക്കും എന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. കേരളത്തിൽ 2021 മുതൽ ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയന്റെ ഭരണം എന്ന് അവസാനിക്കും എന്ന് ചോദിച്ചുകൊണ്ട്. അത് പക്ഷേ 2021 അത് നടന്നില്ല. ഇനി 2026 കേരളത്തിലെ വോട്ടർമാർ കാത്തിരിക്കുന്നത്. അത് ഏത് തരത്തിലായിരിക്കും പിണറായിയുടെ ഭരണത്തിന് വീഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ തരംഗമുണ്ട് എന്ന് പറയുമ്പോൾ അതിനപ്പുറം പ്രധാനമായിട്ടും ഇനി പറയുന്ന 6 പേർ കാരണമായിരിക്കും ഭരണം നഷ്ടപ്പെടാൻ പോകുന്നത്. കേരള മന്ത്രിസഭയിലുള്ള 6 പേർ കാരണമായിരിക്കും ഭരണം നഷ്ടപ്പെടാൻ പോകുന്നത്. 1, മന്ത്രി ശിവൻകുട്ടി കേരളത്തിൻ്റെ കൊച്ചു വിദ്യാഭ്യാസ മന്ത്രിയാണ്. ശിവൻകുട്ടി കൊച്ചല്ല, വിദ്യാഭ്യാസ വകുപ്പ് കൊച്ചാണ്. പണ്ട് നമുക്കറിയാവുന്നത് കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെന്നേ ഉള്ളൂ. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആദ്യ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രവീന്ദ്രൻ മാഷായിരുന്നു. അതിനെ അങ്ങ് പിളർത്തി ഉന്നത വിദ്യാഭ്യാസം, അതായത് വലിയ വിദ്യാഭ്യാസ വകുപ്പും ചെറിയ വിദ്യാഭ്യാസ വകുപ്പും. അപ്പോൾ വലിയ വിദ്യാഭ്യാസ വകുപ്പ് KT ജലീലിന് കൊടുത്തു. അവിടുന്നായിരുന്നു അതിൻ്റെ തുടക്കം. 2021 വന്നപ്പോൾ മന്ത്രി ശിവൻകുട്ടിയെ കൊച്ചു വിദ്യാഭ്യാസവും, മന്ത്രി ബിന്ദു കൊച്ചമ്മയെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ്റെ മുമ്പിൽ നട്ടെല്ല് വളച്ച് കുനിച്ചു നിൽക്കുന്ന വിജയരാഘവൻ്റെ സഹധർമ്മിണിയുമായ മന്ത്രി ബിന്ദു കൊച്ചമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസ വകുപ്പും കൊടുത്തു. ഇംഗ്ലീഷിൽ അതിവിദഗ്ധമായി സംസാരിക്കും. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഉണ്ട് ആ ഇംഗ്ലീഷിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറും ഒക്കെയാണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് മന്ത്രി ശിവൻകുട്ടിയിലൂടെ ഭരണത്തിന് തകർച്ച സംഭവിക്കും. ഏത് തരത്തിൽ? ജോസഫ് ഉണ്ടശ്ശേരി മാസ്റ്റർ ഇരുന്ന കസേരയാണ്. ഓർക്കണം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കുമെന്നൊക്കെയാണ് 2016 പിണറായി വിജയൻ പറഞ്ഞത്. ശുദ്ധീകരിച്ചു. അവിടുത്തെ ഈ കെട്ടിടങ്ങളും മറ്റുമൊക്കെ ശുദ്ധീകരിച്ചു പോയി, പുതുക്കി പണിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 2, മന്ത്രി ബിന്ദുവിലൂടെയും കേരളത്തിലെ LDFിൻ്റെ പതനം സംഭവിക്കാൻ പോകുന്നു. എന്താണ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കിയിട്ട് കാര്യം? കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ വിദേശങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ ആരുമില്ല. സർവകലാശാലകളിലൊക്കെ തന്നെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. UK-യിലും US-ലും ഒക്കെ ആയിട്ട് കുട്ടികൾ പോകുകയാണ്. അവർക്ക് വേണ്ട തരത്തിലുള്ള സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ കുട്ടിച്ചോറാക്കി. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനെ 2 പേർ കൂടി ചേർന്ന് കുട്ടിച്ചോറാക്കി മാറ്റി. മന്ത്രി ശിവൻകുട്ടിയും മന്ത്രി ബിന്ദു കൊച്ചമ്മയും. ഇനി മൂന്നാമത്തേത് ബന്ധു നിയമനമാണ് കേട്ടോ. 2021 ആണ് മന്ത്രിയാകുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
പല വമ്പന്മാരെയൊക്കെ വെട്ടി വീഴ്ത്തിയിട്ട് പിണറായി വിജയൻ തൻ്റെ ഒരു ബന്ധു നിയമനം നടത്തി. ബേപ്പൂർ മണ്ഡലത്തിൽ കോഴിക്കോട് അവിടെ നിന്ന് ജയിച്ചു വന്ന റിയാസ്, മുഹമ്മദ് റിയാസ്, DYFIയുടെ ആഗോള നേതാവായിരുന്നു പോലും. അദ്ദേഹത്തിന് കൊടുത്തത് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവുമാണ്. ഇദ്ദേഹത്തിന് ആകെയുള്ള ജോലി എന്ന് പറയുന്നത് നാട് മുഴുവൻ ഫ്ലെക്സ് വയ്ക്കുക. ഫ്ലെക്സിനകത്ത് ആ ഫ്രെയിമിൽ അമ്മായിയപ്പനും ഉണ്ടാകും. അമ്മായിയപ്പനും മരുമകനും ഇവർ രണ്ടുപേരും കൂടെയുള്ള ഫ്ലെക്സാണ് നാട് മുഴുവൻ നിൽക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നിരവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം തൻ്റേതാണ് എന്ന് പറഞ്ഞെടുത്തുകൊണ്ട് ഫ്ലെക്സ് വയ്ക്കുക. വല്ലവരുടെയും കുഞ്ഞിൻ്റെ തന്തയാകാൻ മന്ത്രി റിയാസിന് വലിയ താല്പര്യമാണ്. അങ്ങനെ കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ, കേന്ദ്ര സർക്കാർ പദ്ധതികളിലെ ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമമാണ് മന്ത്രി റിയാസ് നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏക മന്ത്രിയാണ് ഉള്ളത്, മന്ത്രി റിയാസ്. വേറെ ആരും ഇല്ല മന്ത്രിസഭയിൽ. അമ്മായിപ്പനും മരുമകനും കൂടിയാണ് പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ മന്ത്രി റിയാസിലൂടെയും ബന്ധു നിയമനം ആണത്. പിന്നെ 4 ബാലഗോപാലൻ ധനമന്ത്രിയാണ് കേരളത്തെ കടക്കടിയിലെത്തിച്ചു. കേരളത്തിന്റെ കടം എത്രയാണ്? 6 ലക്ഷം കോടി. ഒരു ദീർഘവീക്ഷണമില്ലാത്ത തരത്തിലെ ഉള്ള ഒരു സാമ്പത്തിക ആസൂത്രണം. കേരളം കടത്തിലായത് കേന്ദ്രത്തെ പഴിയായിരുന്നു. എല്ലാ തരത്തിലുള്ള വർധനമൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും വേണ്ട തരത്തിൽ ധനസമാഹരണം നടത്താൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. അങ്ങനെ വമ്പൻ കടക്കണിയിൽ നിൽക്കുന്ന കേരളത്തെ ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ആ ബാലഗോപാൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചു. ബാലഗോപാലിന് മുമ്പ് തോമസ് ഐസക്കിനും അതിനകത്ത് പങ്കുണ്ട്. പൂർണ്ണമായിട്ടും ബാലഗോപാലിലല്ല എത്തിക്കുന്നത്. അപ്പോൾ ബാലഗോപാലിലൂടെയും ഭരണം കിടക്കും. ഇനി അടുത്ത 5ാമത്തത് മന്ത്രി ശശീന്ദ്രൻ. ശശീന്ദ്രന് എന്തായാലും അടുത്ത തവണ ഉണ്ടാകത്തില്ല. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്. വയസ്സ് 80 കഴിഞ്ഞു. കേരളത്തിലെ വന്യജീവി വകുപ്പാണ് ഇപ്പോൾ അതിന് വലിയ പ്രാധാന്യമുള്ള വകുപ്പാണ്. കേരളത്തിലെ മലയോര മേഖലകളിലൊക്കെ തന്നെ ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. വന്യജീവികളുടെ നിരന്തരമായ ശല്യം. കൃഷി ചെയ്യേണ്ട പോട്ടെ, ജീവൻ പോലും നിലനിൽക്കുന്നില്ല. കാട്ടാന കൂട്ടം വന്ന് ചവിട്ടിക്കൊല്ലുന്നു, കടുവ പിടിക്കുന്നു, പുലി പിടിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ മന്ത്രി ശശീന്ദ്രന് കോഴിക്കോട്ട് ഫാഷൻ പരേഡും നൃത്തച്ചുവടുകളുമായിട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. ശശീന്ദ്രന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ശശീന്ദ്രനും അതൊരു ബന്ധു നിയമനമാണ്. മന്ത്രി കാരണഭൂതന്റെ ഭാര്യയായ കമലാ വിജയനും ശശീന്ദ്രന്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ അതും ബന്ധു നിയമനമാണ്. ശശീന്ദ്രനെ അങ്ങനെ പോറ്റി വളർത്തിക്കൊണ്ട് വരികയാണ്. എന്തായാലും കോഴിക്കോട് കൊടുത്തിരിക്കുന്ന സീറ്റ് CPM ഏറ്റെടുത്തിരിക്കും. പക്ഷെ CPMന് ഉണ്ടാകാൻ പോകുന്ന പകരം 5ാമത്തെ ആളാണ് ശശീന്ദ്രൻ. ഇനി അടുത്തതാണ് പ്രധാനം. നമ്മുടെ കാരണഭൂതൻ തന്നെയാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ തരംഗം 2016 ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് അസ്തമിച്ചു. 2021 പിന്നെ അഴിമതിയുടെ കൂമ്പാരമാണ്. പിണറായിയുടെ കുടുംബത്തിനും പാർട്ടിക്കും ഒക്കെ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. അങ്ങനെ 2026 കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന് പറയുമ്പോൾ ഈ 6 പേർ കൂടി ചേർന്ന്, ശിവൻകുട്ടിയും മന്ത്രി ബിന്ദുവും മന്ത്രി റിയാസും മന്ത്രി ബാലഗോപാലും മന്ത്രി ശശീന്ദ്രനും പിന്നെ കാരണഭൂതനും, ഇവർ 6 പേരും കൂടി ചേർന്ന് കേരളത്തിൽ LDFന്റെ 3ാം വട്ടം എന്നുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കും. LDFന് കർട്ടൻ വീഴാൻ പോകുന്നത് ഈ 6 പേരിലൂടെ ആയിരിക്കും.